അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദീസിലൂടെ ദിവസവും നമുക്ക് അറിവ് നേടാം എന്ന വിഷയത്തിൽ ഒരു ഹദീസാണ് ഈ ക്ലിപ്പിൽ ഉള്ളത്. പ്രവാചകരുടെ ഹദീസ് പഠിക്കുക എന്നത് വലിയ മഹത്വമുള്ള കാര്യമാണ്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അവർ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബാദിറു ബിൽ അഅമാലി സബ്ആ. ബാദിറു, നിങ്ങൾ അമല് കൊണ്ട് ജോലിയാകുന്നതിനെ വേഗമാക്കുക, ഉളരിക്കുക, ധൃതി കാണിക്കുക. സബ്ആൻ, 7 അവസ്ഥകൾ വരുന്നതിന് മുമ്പ് സാലിഹായ അമലുകളെ നിങ്ങൾ ഗൗനിച്ച് അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. അതാണ് അതിന്റെ അർത്ഥം. ബാദിറു ബിൽ അഅമാലി സബ്ആ. ഹൽ തൻതദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ. ഹൽ തൻതദിറൂന, നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഇല്ലാ ഫഖറൻ മുൻസിയാ, മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യത്തിനെ അല്ലാതെ. ദാരിദ്ര്യം ഇങ്ങോട്ട് വന്നിട്ട് അതിശക്തിയായ ദാരിദ്ര്യം കാരണം മാനസികമായ പ്രയാസം ഉണ്ടായാൽ അയാൾക്ക് നിസ്യാൻ, മറവി എന്ന രോഗം തന്നെ അയാൾക്ക് പിടിവിടും എന്നാണ്. എല്ലാം അദ്ദേഹം മറന്നുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ അവസ്ഥയുണ്ടാകും വലിയ മാനസികമായ വിഷമമുള്ള വ്യക്തിക്ക്. ആ അവസ്ഥയിലെത്തിയാൽ അമല് ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥ വരും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇതിനെ പറ്റിയാണ് പറയുന്നത്, ബാദിറു ബിൽ അഅമാലി സബ്അൻ ഇല്ലാ ഫഖറൻ മുൻസിയ ഔ ഗിനാൻ മുത്ഗിയ. അതല്ലെങ്കിൽ ദാരിദ്ര്യമല്ല, ഐശ്വര്യമാണ്, പണമാണ്, ധനമാണ്, സമ്പത്താണ്. പക്ഷേ മുത്ഗിയ എന്ന് പറഞ്ഞാൽ അത് ജോലിയാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നമുക്കുള്ള ബാധ്യതകൾ, കടമകൾ വീട്ടുന്നതിന് സാധിക്കാത്ത നിലയ്ക്ക്, അതിന് സമയം കിട്ടാത്ത നിലയ്ക്ക് മനുഷ്യനെ അതിനെ തൊട്ട് തടയുന്ന ഐശ്വര്യം, അതെത്തുന്നതിന് മുമ്പ് നിങ്ങൾ അമലിനെ വർദ്ധിപ്പിക്കുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഔ മറളൻ മുഫ്സിദ, അല്ലെങ്കിൽ രോഗം. എങ്ങനെയുള്ള രോഗം? മുഫ്സിദൻ, ബുദ്ധിയെയും ശരീരത്തെയും ഒക്കെ പൂർണ്ണമായ നിലയ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ തൊട്ട് തടയുന്ന രോഗം എത്തിയതിന്റെ ശേഷം പിന്നെ ഇബാദത്തിനെ പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. അതിന്റെ മുമ്പ് നിങ്ങൾ ആരാധനകളെ കൊണ്ട് ഗൗനിക്കുക, ഇബാദത്ത് ചെയ്യുക എന്നാണ് ഹദീസിൽ പറയുന്നത്. ഔ ഹറമൻ മുഫ്നിദ, അല്ലെങ്കിൽ വാർദ്ധക്യം വന്നു, വാർദ്ധക്യത്തിന്റെ ശക്തി കൊണ്ട് അയാൾക്ക് എന്തുണ്ടായി? മുഫ്നിദ. മുഫ്നിദ് എന്ന് പറഞ്ഞ യഥാർത്ഥ അതിന്റെ അർത്ഥം കളവ് എന്നുള്ള അർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങൾ, കളവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. മനഃപൂർവ്വം പറയുമ്പോഴാണ് കളവാകുന്നത്. പക്ഷെ അങ്ങനെയല്ല ഇയാൾ പറയുന്നത്. ഇയാളിൽ നിന്നത് വന്നുകൊണ്ടേയിരിക്കുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ പറയുന്നു. അവിടെ അത് സംഭവിച്ചില്ലേ, ഇവിടെ അതുണ്ടായില്ലേ, പലതും ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അന്തപ്പെട്ടു പോകും. അതാണ് മുഫ്നിദ് എന്ന് പറയുന്നത്. മനുഷ്യനെ കൊണ്ട് ഇല്ലാത്തതും സംഭവിക്കാത്തതുമായ കാര്യങ്ങളെ സംസാരിപ്പിക്കുന്ന രീതിയിലുള്ള വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ് നീ അമലിനെ ഗൗനിച്ചുകൊണ്ട് അമല് ചെയ്യുക. ആ അവസ്ഥയിലെത്തിയാൽ അമലിന് സാധിക്കുകയില്ല. അതാ പറഞ്ഞത്. ഔ മൗതം മുജ്ഹിസ, അല്ലെങ്കിൽ പിന്നെ മരണം. എങ്ങനെ മരണം അവരിലേക്ക് എത്തും? പെട്ടെന്നുള്ള മരണം.
പെട്ടെന്ന് അവനെ അമലൊക്കെ പിന്നീട് ചെയ്യാമെന്ന് തീരുമാനിച്ച് ഇനിയും ഒരു കുറെ കാലം ഇവിടെ ജീവിക്കും എന്നുള്ള ആ ചിന്തയുടെ ഇടയിലാണ് മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് അവന്റെ റൂഹ് പിടിക്കുമ്പോൾ ലൗലാ ഖർതനി ഇലാ അജ്ലിൻ ഖരീബ് ഫഅസ്ദഖ വഅകും മിനസ് സാലിഹീൻ, എന്നെ അല്പം കൂടി പിന്തിക്കുകയാണെങ്കിൽ ഞാൻ നല്ല പ്രവർത്തനം ചെയ്യാൻ റബ്ബേ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ലാഹു സ്വീകരിക്കുകയില്ല. അതിനു മുമ്പ് ബാദിറു ബിൽ അഅ്മാലി, അമലുകളെ കൊണ്ട് നിങ്ങൾ ഉളരിക്കുക എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലെങ്കിൽ ദജ്ജാൽ പുറപ്പെടും. ദജ്ജാൽ വന്നതിന്റെ ശേഷം പിന്നെ അമലിന് പ്രയാസമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലാത്ത എന്തെങ്കിലും ഷർറ് വരാം, അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരാം. ഖിയാമത്ത് നാൾ എന്നത് വളരെ അടുത്തതും സംഭവിക്കുന്നതുമാണ്. അതിന്റെയൊക്കെ മുമ്പ് നിങ്ങൾ അമല് ചെയ്യൂ എന്ന് പ്രവാചകരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ ചാനലിലുള്ള അനേകം ആളുകളുണ്ട്, അവരൊക്കെ വിജയികളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കട്ടെ. അവരിൽ നിന്നും നമ്മിൽ നിന്നുമൊക്കെ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ഉണ്ട്. അവരുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്ത് ഖബർ ജീവിതവും ശേഷ ജീവിതങ്ങളും സന്തോഷകരത്തിലാക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.